നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമല്ലവാരം. ഇതെൻ്റെ 197ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ട് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അതായത് എല്ലാവരും എപ്പോഴും ഒരേ മൂഡിലായിരിക്കത്തില്ലല്ലോ. പലരും മൂഡ് ഔട്ടായിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസൊക്കെ ആയിരിക്കും കൂടുതൽ ആളുകൾക്കും, അതാണായാലും പെണ്ണായാലും. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തോ ഒരു മാർഗം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഇത് ടൈറ്റിൽ ഇങ്ങനെയാണ്: ഹൗ ടു കൺട്രോൾ യുവർ ബാഡ് ഇമോഷൻസ് ഇൻ ലൈഫ്. ഹൗ ടു കൺട്രോൾ യുവർ ബാഡ് ഇമോഷൻസ് ഇൻ ലൈഫ്. അതാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. അത് പ്രധാനമായിട്ടും പറയുന്നത്, സാധാരണയായിട്ട് നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറയുന്നത് ചിലർക്ക് സങ്കടങ്ങളാണ്. ഒരുപാട് സങ്കടങ്ങളുള്ള ആണും പെണ്ണും ഒക്കെ അതുപോലെ സങ്കടങ്ങൾ വരുമ്പോൾ അവർ ഈ പറഞ്ഞതിലൂടെ നെഗറ്റീവ് അല്ലെങ്കിൽ ബാഡ് ഇമോഷൻസ് ആയിട്ട് വരും. പിന്നെ രണ്ടാമതായിട്ട് ദേഷ്യം വരും. ചിലർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യമാണ്. ഈ പറഞ്ഞതിലൂടെ പെട്ടെന്ന് തന്നെ ഈ പ്രഷർ കൂടി ദേഷ്യം കാണിച്ച് തെറിയുകയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചുറ്റുപാടും. പിന്നെ മൂന്നാമതായിട്ട് അസൂയ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പല രീതിയിലും മറ്റുള്ളവരെക്കാട്ടി നമ്മൾ എപ്പോഴും പലതും വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമല്ലോ. എന്നെക്കാട്ടി പണക്കാരനാണ്, അല്ലെങ്കിൽ എന്നെക്കാട്ടി ആരോഗ്യമുള്ളതാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങൾക്ക് നമ്മൾ മറ്റുള്ളവരുമായിട്ടും താരതമ്യപ്പെടുത്താറുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഒരു അസൂയ അപ്പോൾ നമുക്ക് തോന്നും അവരോട്. അത് മൂന്നാമത്തെ കാര്യം. പിന്നെ നാലാമതായിട്ട് മറ്റുള്ളവരോട് വെറുപ്പ് തോന്നും. ചിലരെ കാണുമ്പോൾ തന്നെ അത് സൈക്കോളജിയും പറയുന്നുണ്ട്. നമ്മൾ ചില ആളുകളോട് എത്ര നമുക്ക് ആദ്യം കാണുന്ന ആളുകളെ പോലും ചിലപ്പോൾ ഫസ്റ്റ് സൈറ്റിൽ തന്നെ ആദ്യം തന്നെ കാണുമ്പോൾ തന്നെ നമുക്ക് അവരോടൊരു അകൽച്ചയും വെറുപ്പും ഒക്കെ തോന്നും. അതും സൈക്കോളജി പറയുന്നതിന് പ്രത്യേക കാരണമൊന്നും വേണ്ട. അത് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ മനുഷ്യരുടെ ശരീരത്തിന് ചുറ്റും, അതായത് തലയ്ക്ക് ചുറ്റും ഒരു ഇതുണ്ടെന്നാണ് പറയുന്നത്. ഡിവൈൻ ആയിട്ടുള്ള ഒരു കവറിങ് ഉണ്ട്. അപ്പോൾ ആ കവറിങ്ങും തമ്മിൽ ചേരാതെ വന്നാലും അങ്ങനെ വരുമെന്നാണ് സൈക്കോളജിയും സയൻസും ഒക്കെ പറയുന്നത്. അങ്ങനെയാണ് ആ കവചത്തിനകത്തുള്ള ഡിഫറൻസ് കൊണ്ട് നമുക്ക് ഒരാളിനെ ഇഷ്ടപ്പെടാതെ വരാം എന്നും പറയുന്നുണ്ട് സൈക്കോളജി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അത് ഈ വെറുപ്പ് വരാനുള്ള കാരണം. പിന്നെ സൈക്കോളജി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ, എല്ലാവർക്കും വരാവുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ്. ഇതൊന്നും ചിലർക്ക് മാത്രമായിട്ടുള്ളതല്ല, എല്ലാവർക്കും വരുന്നൊരു കാര്യം തന്നെയാണ്. ഇനി പണക്കാരനായാലും പാവപ്പെട്ടവനായാലും രാജാവായാലും ഇനി അറ്റത്തെ ഏറ്റവും വലിയ താഴ്ന്ന ജോലിക്കാരനായാൽ പോലും എല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള വികാരങ്ങളും വരുന്ന ആണ്. രാജാക്കന്മാരെന്ന് പറഞ്ഞാൽ പണ്ടുള്ള ആളുകളുടെ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പോൾ രാജാക്കന്മാർ അങ്ങനെ ഇല്ലല്ലോ. ഇപ്പം രാജാക്കന്മാരേ ഇല്ല. ഇപ്പോൾ എല്ലാവരും ജനാധിപത്യത്തിൽ എല്ലാവരും തുല്യത തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അത് വേറെ കാര്യങ്ങൾ പറയുന്നത്, നമ്മുടെ ജീവിതം ശരിയായി ആസ്വദിക്കുന്നതിന് തടയും ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ. അതായത് ഈ അസൂയയും വെറുപ്പും മറ്റ് സ്വഭാവം, നമ്മുടെ പ്രത്യേകതകളും ദേഷ്യവും എല്ലാം നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റാതെ ആക്കിക്കളയും. അപ്പോൾ അതുകൊണ്ട് അതിനെ എങ്ങനെ തടയാം എന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരുമ്പം പലരും ഈ കയ്യാങ്കളി, അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. അത് ചിലപ്പോൾ അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. ചില പണ്ടുള്ള ആളുകൾ പറയാറുണ്ട്, ഒരു കാര്യം 2 തവണ ആലോചിച്ച് ചെയ്യാവൂ. ഏത് കാര്യങ്ങളും നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും 2 തവണ ആലോചിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു എടുത്തിയാടി ഒന്നും നമ്മൾ ചെയ്യാതെ കാര്യങ്ങൾ ആലോചിച്ചേ ചെയ്യത്തുള്ളൂ. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്കുണ്ടാകത്തുമില്ല. ഇനി ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുമെങ്കിൽ അത് നല്ലൊരു കാര്യമാണ്. അത് നമുക്കിപ്പം ഭയങ്കരമായിട്ട് നമ്മൾ അജിറ്റേറ്റഡാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന ഒരു സാഹചര്യം വന്നാൽ നമുക്ക് പുസ്തകങ്ങൾ നമ്മുടെ നല്ല കൂട്ടുകാരായിരിക്കും. നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വായിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. പിന്നെ അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളുമായിട്ടുള്ള സംസാരങ്ങളും ഒക്കെ നമുക്ക് ആ സമയത്ത് ചെയ്താൽ നമ്മുടെ ഈ തെറ്റായിട്ടുള്ള ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ദേഷ്യങ്ങളോ ഒക്കെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു രീതി പറയുന്നുണ്ട്. ഈ എക്സസൈസ് ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. എക്സസൈസ് ചെയ്താലും നടക്കാൻ പോയാലും ഒക്കെ നമുക്ക് വളരെ റിലാക്സേഷൻ കിട്ടും.
പെട്ടെന്നുള്ള ദേഷ്യം നമ്മുടെ നിന്ന് മാറിക്കിട്ടുമെന്നാണ് പറയുന്നത്. ഈ ദേഷ്യം അപകടകാരിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി മറ്റുള്ള ചില മാർഗ്ഗങ്ങളൂടെ പറയുന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഈ നെഗറ്റീവ് ഫീലിങ്സ് അല്ലെങ്കിൽ ബാഡ് ഇമോഷൻസ് വരാതിരിക്കാനുള്ള ചില പിന്നെ ഇത് പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ. അത് ചെയ്താൽ നമുക്ക് ഈ ബാഡ് ഇമോഷൻസ് സ്വാഭാവികമായിട്ട് പോലും വരാൻ സാധ്യത കുറവായിരിക്കും എന്നാണ് പറയുന്നത്. അതായത് മറ്റുള്ളവരെ അംഗീകരിക്കണം. മറ്റുള്ളവരെ അംഗീകരിക്കാത്തതുകൊണ്ടാണല്ലോ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരുടെ ദേഷ്യം തോന്നുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു കാരണം അതാണ്. മറ്റുള്ളവരെ നമ്മൾ അംഗീകരിക്കത്തില്ല. ഇനി മറ്റുള്ളവരെ പുകഴ്ത്തുകയും അങ്ങനെ ആരും ചെയ്യാറില്ല. വളരെ കുറച്ച് ആളുകളേ ഉള്ളൂ മനസ്സ് തുറന്ന് മറ്റുള്ളവരെ അംഗീകരിക്കുകയും പുകഴ്ത്തുകയൊക്കെ ചെയ്യുന്നത്. ഇത് രണ്ടും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബാഡ് ഇമോഷൻസ് നമ്മുടെ മനസ്സിൽ നിന്ന് പോകും എന്നാണ് പുരാണങ്ങളും ഒക്കെ പറയുന്നത്. ഇനി അതുകൂടാതെ പ്രകൃതി പോയി കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരുന്നാലും അത് നമ്മുടെ ഈ പിന്നെ നമ്മുടെ ബാഡ് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പ്രകൃതിയിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയി കുറച്ച് നേരം ഇരുന്നാൽ നമുക്ക് നമ്മുടെ മനസ്സ് റിലാക്സ് ആവും. ഇനി ഫലിതമായിട്ട് സംസാരിച്ചാലും മതി. ചില ആളുകളോടൊക്കെ നമ്മൾ അല്ലെ തമാശയായിട്ടൊക്കെ ഓരോന്ന് സംസാരിക്കുമല്ലോ, അങ്ങനെ ചെയ്താലും നമ്മുടെ ദേഷ്യം നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ പുതുതായിട്ട് എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുന്നത് നല്ല കാര്യമെന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പോൾ നമ്മൾ പിന്നെ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, നമുക്കറിയാൻ പല കഴിവുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ചിത്രം വരയ്ക്കാൻ ഉള്ള കഴിവുകളുള്ളവരുണ്ട്. അവരൊക്കെ അവർ ശ്രമിച്ചു പോലും നോക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ അറിയുന്നത്? അപ്പം ചിത്രം വരയ്ക്കുക, അത് കവിത എഴുതുക, കഥ എഴുതുക തുടങ്ങിയ പല എല്ലാം ദൈവം നമുക്ക് എല്ലാവർക്കും ഓരോന്നിനും പ്രത്യേകിച്ചും പിന്നെ ചില എല്ലാ കാര്യങ്ങളിലും ഒരു പരിധി വരെ നമുക്ക് അതിനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ മുഴുവൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കൂടുതൽ കോൺസെൻട്രേറ്റ് ഇപ്പം ഞാൻ തന്നെ പിന്നെ കഥ എഴുതാറുണ്ട്, കവിത എഴുതാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഇപ്പം യൂട്യൂബിൻ്റെ അപ്ലോഡിങ്ങും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള ഇപ്പോൾ യൂട്യൂബിൻ്റെ അപ്ലോഡിങ്ങാണ്. അപ്പോൾ അത് തന്നെ ഇപ്പം 196 വരെ ആയി എൻ്റെ പിന്നെ വീഡിയോസ്. അപ്പോൾ അതുകൊണ്ട് അതൊരു 3 വർഷം ആയതേ ഉള്ളൂ. അപ്പോൾ ഒരു 5 ദിവസത്തിലൊരിക്കൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതങ്ങനെ ചില കാര്യങ്ങൾ. അപ്പം പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ കൂട്ടുകൂടുന്ന ആളുകൾ എപ്പോഴും ലഹരി മുക്തരായിരിക്കണം. അതായത് ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ കഴിയുന്നതും നമ്മൾ അവോയ്ഡ് ചെയ്യണം. നമ്മൾ താൽക്കാലികമായിട്ടൊരു സുഖം മാത്രമേ ഉള്ളൂ. ഈ ലഹരി ഉപയോഗിക്കുന്നവരുമായിട്ട് കൂടിക്കഴിഞ്ഞാൽ അവർ ചെയ്യുന്നതും പറയുന്നതും തമ്മിൽ യാതൊരു ബന്ധവും കാണത്തില്ല. കാരണം ഇപ്പം ലഹരിയുടെ പുറത്ത് പറയുന്നതായിരിക്കത്തില്ല യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ട് കഴിയുന്നത് ലഹരി ഉപയോഗിക്കുന്ന സുഹൃത്തുക്കളെ ഒഴിവാക്കണമെന്നാണ് പുരാണങ്ങളും അല്ലെങ്കിൽ ഈ മനഃശാസ്ത്രവും എല്ലാം പറയുന്നത്. അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നും അവർക്കൊരു വിഷയമല്ല. അവരെല്ലാം ലഹരിക്ക് അടിമയാണല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ അവോയ്ഡ് ചെയ്യണം അല്ലെങ്കിൽ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരോട് ഒരു ദ്രോഹവും ചെയ്യരുത്. കാരണം നമുക്ക് എപ്പോഴും ദൈവത്തിൻ്റെ ഒരു ഇത് വേണമെങ്കിൽ, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം വേണമെങ്കിൽ നമ്മൾ ആരും ദ്രോഹിക്കുകയോ ഒന്നും ചെയ്യരുത് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ശരിക്കും ഈശ്വരൻ നമ്മൾ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ ആലോചിച്ചാൽ ഈ 2-3 കാര്യങ്ങളേ ഉള്ളൂ. ഈശ്വരൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത്, നമുക്ക് ജന്മം തന്നിട്ട് നീ എന്തൊക്കെ ചെയ്യേണ്ടതാണ് എന്ന് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് പുരാണങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ 3 കാര്യങ്ങളേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം, മറ്റുള്ളവരുടെ നീതി പുലർത്തണം, മറ്റുള്ളവർക്ക് നീതി കൊടുക്കണം. അതായത് നമ്മൾ മറ്റുള്ളവരോട് നീതി കാണിക്കണം. അവരോട് നമ്മളെപ്പോഴും അവരെ ചൂഷണം ചെയ്യരുത്. അവർക്ക് എന്താ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക. അതാണ് നീതി ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ സ്നേഹവും കരുണയും കാണിക്കണം. അതും ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടാണ്. നിങ്ങൾ സ്നേഹവും കരുണയും കാണിക്കണമെന്നാണ് പറഞ്ഞത്. അതുപോലെ ദൈവത്തോടൊപ്പം നടക്കാൻ വേണ്ടി, ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ വേണ്ടി നമ്മൾ സൽപ്രവൃത്തികൾ മാത്രം ചെയ്താൽ നമുക്ക് ദൈവത്തിൻ്റെ കൂടെ നടക്കാൻ സാധിക്കുമെന്നാണ് എല്ലാ പുരാണങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം പറയുന്നത്. ഇപ്പം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രീതി എന്ന് പറയുന്നത്, നമ്മൾ ധ്യാനത്തിലിരിക്കണം. ധ്യാനത്തിലിരുന്ന് കഴിഞ്ഞിട്ട് ദൈവത്തിനോട് തന്നെ ചോദിക്കണം എന്നാണ് പറയുന്നത്. ജാതി മതമൊന്നും ഇതിനകത്ത് വിഷയമല്ല. ഏത് ജാതി മതമായാലും നമുക്ക് ധ്യാനത്തിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ധ്യാനത്തിൽ ഇരുന്നിട്ട് കുറേ ആദ്യത്തെ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. കാരണം ഈ മനസ്സിനകത്ത് പല ചിന്തകളിങ്ങനെ കടന്നു കൂടുമല്ലോ. ഒരു 5 മിനിറ്റ് വേണ്ട, 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമാകും. അപ്പോൾ നമുക്ക് ദൈവത്തിനോട് തന്നെ നേരിട്ട് ചോദിക്കാൻ പറ്റും, ഞാൻ എന്താണ് ഭഗവാനെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം തന്നെ നമുക്ക് ഉത്തരം തരുമെന്നാണ് ഈ പിന്നെ ദൈവശാസ്ത്രങ്ങളും അല്ലെങ്കിൽ പുരാണങ്ങളും എല്ലാം പറയുന്നത്. ദൈവം ഇപ്പം പല ആളുകളുടെയും കാര്യങ്ങൾ യൂട്യൂബിലൊക്കെ വായിച്ചിട്ടുണ്ട്. ധ്യാനത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടെന്നൊക്കെ പറഞ്ഞിങ്ങനെ യൂട്യൂബ് പലരും എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു.
അതുപോലെ അപ്പം ഞാൻ ശരിക്കും പിന്നെ ദൈവത്തിന് പിന്നെ മണ്ടക്കേട്ടമ്മ ഞാൻ നേരിട്ട് കണ്ട ആളാണ്. അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ടറിയാം ദൈവം ഉണ്ട്, ദൈവത്തിന് നമുക്ക് വേണ്ട എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്യുമെന്നുള്ളത് എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ പറയുന്നത്. പിന്നെ നമ്മളെന്താ ചെയ്യേണ്ടതെന്നുള്ള ദൈവം തന്നെ നമുക്ക് പറഞ്ഞു തരുമെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. എല്ലാ പുരാണങ്ങളും ശാസ്ത്രങ്ങളും അത് തന്നെയാണ് പറയുന്നത്. ഇത്രയുള്ള എനിക്ക് ഇതിനെപ്പറ്റി പറയാൻ. നന്ദി, നമസ്കാരം.